ആദ്യത്തെ കിളിക്കൊള്ളിലെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ ആങ്ങളെയാണെങ്കിൽ ഒരുപാട് കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കരഞ്ഞ് നമ്മളെ നിധി നേരെയാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ടാണ് നിധി ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടനും സുധീഷൊക്കെ ആണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ തിരക്കുന്ന സമയത്ത് നമ്മളെ നിധി പറയുന്നുണ്ട് ഇത് കണക്ക് എന്നെ ഒരുപാട് കളിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുധീഷിനും നമ്മളെ സുഭാഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സുധീഷ് ചേട്ടനൊക്കെ നമ്മൾ ഗേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട് ഇതേ കണക്ക് മുമ്പ് ഒരു വട്ടം ഞങ്ങൾ പോകുന്ന സമയത്താണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഇതിനൊക്കെ ഏട്ടത്തി അവർ ഒരുപാട് കളിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷിനൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിധിയുടെ കയ്യിൽ പിടിച്ചിട്ടാണെങ്കിൽ നമ്മളെ സുഭാഷ് ഏട്ടനും നികേഷും നമ്മളെ സുധീഷ് എല്ലാം കൂടെ നിധിയെ വിളിച്ചുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് ആരാ കളിയാക്കി എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ നീതുവിൻ്റെ ഏട്ടനെ ആണെങ്കിൽ കൈ ചൂണ്ടിയൊക്കെ കാണിക്കും കേട്ടോ. അത് കാണിക്കേണ്ട താമസം നമ്മളെ സുധീഷാണെങ്കിൽ അയാളുടെ ചെവി കുത്തി നോക്കിയൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് എടുത്തിട്ട് നമ്മളെ സുധീഷൊക്കെ അടിക്കുന്നത് അത് കണക്ക് നമ്മളെ സുഭാഷ് ചേട്ടനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ നികേഷും എല്ലാവരും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഹരീഷാണെങ്കിൽ അവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഹരീഷിൻ്റെ വകയായിട്ട് ബാക്കി ഹരീഷും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭാസ്കറിനും അവിടെ വരുന്നുണ്ട്. ഭാസ്കറിൻ്റെ ഭാഗമായിട്ട് ഭാസ്കരനെ നല്ല എടുത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നത് കൊടുടാ അവന്മാർക്ക് നല്ലത് കൊടുക്ക് എൻ്റെ വീട്ടിലെ പെങ്കൊച്ചിനാണോടാ നീ കളിയാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നല്ല അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയുടെ അടുത്താണെങ്കിൽ മാപ്പ് പറയാനൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ നീതുവിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മാപ്പ് പറയടാ എൻ്റെ ഭാര്യ അടുത്ത് മാപ്പ് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മളെ നീതുവിൻ്റെ ആങ്ങളെയാണെങ്കിൽ മാപ്പൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ നല്ല സന്തോഷമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ അടിയൊക്കെ കൊടുത്തിട്ട് ഇവർ നേരെ അങ്ങ് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നീതുവിൻ്റെ ആങ്ങളാണെങ്കിൽ അവർ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ ആങ്ങളെ കാണുമ്പോൾ സമയത്ത് നല്ല മുറിവൊക്കെ ഉണ്ട്. അപ്പം നീതുവിൻ്റെ അമ്മ വിചാരിക്കുന്നുണ്ട് ബൈക്കിൽ നിന്ന് വീഴുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നീതുവിൻ്റെ ആങ്ങളെ വഴക്കൊക്കെ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നീതുവിൻ്റെ ആങ്ങളെ പറയുന്നുണ്ട് അത് ഞാൻ ബൈക്കിൽ നിന്ന് വീണതൊന്നും അല്ലാതെ നിങ്ങൾ ഇവളുണ്ടല്ലോ ഇവളെ സ്നേഹിക്കുന്ന ആ ചെറുക്കനില്ലേ അവനും അവൻ്റെ ചേട്ടന്മാരും വന്ന് എന്നെ എടുത്തിട്ട് അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് നമ്മളെ നീതുവിൻ്റെ അമ്മയ്ക്ക് വെച്ചിരിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം നീതു പറയുന്നുണ്ട് അതിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഏട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞു കാണും അതിനായിരിക്കും തിരിച്ചവർ നല്ല കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നീതുവിൻ്റെ ആങ്ങള പറയുന്നുണ്ട് ഓ അപ്പോൾ കണ്ടില്ലേ അവൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാതെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നീതുവിനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നീതുവിൻ്റെ അമ്മ കൊണ്ടുപോയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെ സുധീഷിൻ്റെയും എല്ലാവരെയും പേർക്കൊക്കെ പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ നീതുവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ സുധീഷിൻ്റെ വീട്ടിലടുത്ത് ചോദിക്കാനൊക്കെ വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ നിധിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധീഷ് പറയുന്നുണ്ട് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മുമ്പേ അവൻ കളിയാക്കിയ സമയത്ത് നിനക്ക് ഞങ്ങളടുത്തൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അന്നേ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ പിന്നെ അവന്മാർ രണ്ടാമതൊരു വട്ടം നിന്നെ കളിയാക്കത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സുഭാഷേട്ടനും പറയുന്നുണ്ട് മോളെ നിനക്ക് ഞങ്ങളില്ലേ പിന്നെ നീ എന്തിനാ ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെക്കുന്നതെന്നൊക്കെ നമ്മളെ സുഭാഷേട്ടനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ നമ്മളെ ഹരീഷും വന്നിട്ടാണെങ്കിൽ നമ്മളെ നിധിയടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട് ഏട്ടത്തി സോറി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ ഇപ്പം ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കൽ കേൾക്കേണ്ടി വന്നെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നിധി പറയുന്നത് നീ എന്താ ചെയ്ത ഹരീഷ് നീ എന്തിനാ എല്ലാവരും കൂടെ എന്തിനാ എൻ്റെ അടുത്ത് മാപ്പ് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരാണെങ്കിൽ വന്നിട്ട് ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അതിപ്പോൾ എൻ്റെ മോളെ പിറകെ ഈ പയ്യൻ നടക്കുന്നുണ്ട് അപ്പം നടക്കേണ്ടതെന്ന് പറഞ്ഞതിനാണ് എൻ്റെ മോനെ ഇവരെല്ലാവരും കൂടെ എടുത്തിട്ട് അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവരെന്താ പറയുന്നത് ഇതൊന്നും അല്ലല്ലോ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നികേഷ് പറയുന്നത് ഇടത്തി ഇപ്പോൾ പോകണ്ട അവരെന്താന്ന് വെച്ചാൽ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഹരീഷിനൊക്കെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളെ നിധിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ നിധിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ പോലീസുകാരുടെ അടുത്ത്. അങ്ങനെ നിധി ചെന്നിട്ട് പറയുന്നുണ്ട് ഇവരുടെ കയ്യിലടുത്ത് ഒരു തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഞാനിങ്ങനെ ഓഫീസിൽ പോകുന്ന സമയത്ത് എന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ വീട്ടിൽ വന്നിരുന്ന് കരയും വയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇവരത് ചോദിക്കാൻ വേണ്ടി പോയിട്ട് അവനെ എടുത്ത് അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആ സമയത്താണെങ്കിൽ നമ്മളെ നിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ട് നമ്മളെ നീതുവും വരുന്നുണ്ട്. അപ്പം നീതു പറയുന്നുണ്ട് ഒരു പെണ്ണുങ്ങളെ ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേക്ക് ഒരിക്കലും വീട്ടുകാർ സഹിക്കത്തില്ലല്ലോ അപ്പം ആ പെണ്ണിനെ കളിയാക്കിയതിന് പകരമാണ് അവർ അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നീതു പറയുന്നുണ്ട് ഞാനാണെങ്കിലും ഹരീഷിനെ സ്നേഹിക്കുന്നുണ്ട് അതെൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അവർക്കാണെങ്കിൽ ഈ വീട്ടിലേക്ക് കെട്ടിച്ച് വിടാൻ അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ആരും വെറുതെ ഒന്നും ആരെയും എടുത്തിട്ട് അടിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും സ്വന്തം മോള് തന്നെയല്ലേ ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തായാലും കേസെടുക്കാനൊരു നിവൃത്തിയും കാര്യങ്ങളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രമോ റിവ്യൂയിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.